പ്രൈസ് അധ്യക്ഷ അലങ്കൃതമായ സദസ്സിന് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അവളൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. IPC ഹെബ്രോൺ സൺഡേ സ്കൂൾ യൂത്ത് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ സ്കിറ്റ് യേശുവിന്റെ ജനനം ആയതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആസ്വദിച്ചാൽ. ശ്രീമാനായ തെയോഫിലോസേ, നമ്മുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ ക്രമമായി വിവരിക്കുന്ന ഒരു ചരിത്രം താങ്കൾ സകല സത്യവും അറിയാൻ ഞാൻ എഴുതുന്നു. അഗുസ്തോസ് കൈസർ റോമൻ ചക്രവർത്തിയും മഹാനായ ഹെരോദാവ് യഹൂദ രാജാവുമായിരുന്ന കാലത്ത് ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന പട്ടണത്തിൽ ഒരു കന്യകയുടെ അടുക്കൽ അയച്ചു. അവളുടെ പേർ മറിയ എന്നായിരുന്നു. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു കന്യകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. താമസിക്കുന്ന തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുക്കലേക്ക് മറിയ പോയി. എലിസബത്ത് അത്ഭുതകരമായി ഗർഭവതിയായിരുന്നു. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടോ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടോ. നിന്റെ വചനസ്വരം എന്റെ ചെവിയിൽ കേട്ടപ്പോൾ പിള്ളേരുടെ ഗർഭത്തിൽ ആനന്ദങ്ങൾ തുള്ളി. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. റോമ ചക്രവർത്തി ലോകമൊക്കെയും ജനസംഖ്യ എടുക്കാനുള്ള ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. സാമന്ത രാജ്യങ്ങളായ യഹൂദയിലും ഗലീലയിലുമുള്ള എല്ലാവരുടെയും ജനസംഖ്യ എടുക്കുന്നതിന് പുരുഷന്മാരെല്ലാം അവരവരുടെ ജന്മനാട്ടിൽ പേർ ചേർത്തേണം. അങ്ങനെ മറിയയും തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന യോസഫിനോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് യഹൂദിയായുള്ള ബേത്ലഹേം പട്ടണത്തിലേക്ക് പോയി. എന്നാൽ അവർക്ക് അവിടെ താമസിക്കാൻ ഇടം കിട്ടിയില്ല. അവർക്ക് ലഭിച്ചത് വെറും ഒരു പശുത്തൊഴുത്ത് മാത്രമായിരുന്നു. അന്ന് ആ പ്രദേശത്ത് ലേഖന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവ തേജസ് അവർക്ക് ചുറ്റും മിന്നി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആട്ടിടയന്മാർ ബന്ധപ്പെട്ടിരുന്ന മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അതിനുശേഷം അവർ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സ്വാർത്ത ആദ്യമായി ലോകത്തെ അറിയിച്ചു.
രജപാലക ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരുണ്ടാകും. രാപാത്തിരുന്നു രജപാലക ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാരി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കളവാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കളവാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദനയിൽ തന്നെ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ വേദനയിൽ തന്നെ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി വർണ്ണരാജികൾ വിടരും വാരി വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കളവാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു.